കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. അതെന്ത് ഡീലായിരുന്നത്? കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലമായ, ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന, ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത പ്രതിപക്ഷമാണ് 16ാം കേരള നിയമസഭയിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ പ്രതിപക്ഷ നിര എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പോലും ജനങ്ങൾ സംശയിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ മോശം പ്രകടനം മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ കൂടി പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് എന്നതിലും തർക്കമില്ല. ഇപ്പോൾ പ്രതിപക്ഷം വി.ഡി. സതീശനെതിരെ എടുത്തുപയോഗിക്കുന്ന ഓരോ ആയുധങ്ങളും അവർക്ക് തന്നെ വിനയായി മാറി അവരുടെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ച് തുളഞ്ഞു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിയമസഭാ സമ്മേളനത്തിലടക്കം ഇതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിനെയും പിണറായി വിജയനെയും പ്രതിക്കൂട്ടിലാക്കുന്ന 219 കോടി രൂപയുടെ ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ഉയർത്തിയ ഒരു വാദമുഖമാണ്, ഒരു ആരോപണമാണ്. പിണറായി വിജയനെതിരെ ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ ആരോപണം കൂടിയാണ് ഇക്കാര്യം എന്നതിലും തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്കും അതുപോലെ ഈ പ്രതികരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങളുടെ ഈ ചാനൽ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ കൂടുതലായി പിന്തുണയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും പിണറായി വിജയൻ സർക്കാരും തമ്മിൽ നടത്തിയ ഡീലുമായി ബന്ധപ്പെട്ട് 219 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആരോപണങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പത്രസമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അറിയാമോ? ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. തീർന്നില്ലെങ്കിൽ ഈ കൺസെഷൻ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പീനൽ പ്രൊവിഷനാണ്. കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. അതെന്ത് ഡീലായിരുന്നത്? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെന്റിന് വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം. 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം, കോവിഡ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയവും കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല, ഇവര് ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു. 150 കോടി ആക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിന്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് വെറും ഒരു ആരോപണമല്ല, നേരെ മറിച്ച് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമായി കരാറുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അന്ന് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുൻ MLA കൂടിയായിട്ടുള്ള കെ ബാബുവാണ്. കെ ബാബുവിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ ഈ തയ്യാറാക്കി അദാനി ഗ്രൂപ്പുമായി ഒപ്പിട്ട കരാർ എന്ന് പറയുന്നത് 101% കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പരിപൂർണമായി സംരക്ഷിക്കുന്നതായിരുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പോരായ്മ മൂലം കേരളത്തിൻ്റെ സംസ്ഥാന ഖജനാവിന് 1 രൂപയുടെ നഷ്ടമുണ്ടാവരുത്, കേരള ജനതയ്ക്ക് 1 രൂപയുടെ നഷ്ടമുണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റിൽ ഇനി വിശദീകരിക്കുവാൻ പോകുന്ന ഒരു ഉപവകുപ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ചേർത്ത് വെച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരുമായി അദാനി ഗ്രൂപ്പ് ഒപ്പിട്ട കരാർ പ്രകാരം 2019 വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് ഓപ്പറേഷണൽ ആവേണ്ടത്. എന്നാൽ ആ സമയത്ത് അത് പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, പിന്നീട് 5 വർഷം കഴിഞ്ഞ് 2024 ഈ പദ്ധതി അദാനി ഗ്രൂപ്പ് പൂർത്തിയാക്കിയത്. ഒറിജിനൽ കരാർ അനുസരിച്ച്, ഒറിജിനൽ കൺസ്ട്രക്ഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് 2019 ഈ പദ്ധതി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് പദ്ധതിയുടെ നിർമ്മാണം വൈകുന്ന ഓരോ ദിവസവും പ്രതിദിനം 12 ലക്ഷം രൂപ എന്ന നിരക്കിൽ സംസ്ഥാന ഖജനാവിലേക്ക്, സംസ്ഥാന സർക്കാരിലേക്ക് അദാനി ഗ്രൂപ്പ് പിഴയൊടുക്കേണ്ടതായിരുന്നു.
അങ്ങനെ വരുമ്പോൾ നിർമ്മാണം പൂർത്തിയായ 2021 എന്ന കണക്കെടുക്കുമ്പോൾ 5 വർഷക്കാലവും ഓരോ ദിവസവും 12 ലക്ഷം വീതം 219 കോടി രൂപയായിരുന്നു അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിലേക്ക് പിഴയായി ഒടുക്കേണ്ടിയിരുന്നത്. എന്നാൽ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഗൗതം അദാനിയെ സഹായിക്കുന്നതിനായി കേരളത്തിൻ്റെ ഖജനാവിന് വലിയ രീതിയിലുള്ള നഷ്ടം വരുത്തിവെക്കുന്ന രീതിയിൽ 219 കോടി രൂപയുടെ നഷ്ടം വരുത്തിവെക്കുന്ന രീതിയിൽ ഈ ഒരു വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് അദാനി ഗ്രൂപ്പിന് ഇളവ് നൽകുകയായിരുന്നു. 219 കോടി രൂപ മലയാളികളുടെ ഖജനാവിലേക്ക് കിട്ടേണ്ട പണം പിണറായി വിജയൻ ഗൗതം അദാനിക്ക് വേണ്ടി ആ പിഴ ഒഴിവാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ കൃത്യമായും അതിന് പിന്നിൽ ഒരു അഴിമതിയുണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. കോവിഡും വെള്ളപ്പൊക്കവുമൊക്കെ ഈ കാലഘട്ടത്തിലല്ലേ വന്നത് എന്ന് ചോദിച്ചാൽ കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ അദാനി ഗ്രൂപ്പ് ഈ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. കാരണം കോവിഡ് വന്നത് 2019 അവസാനത്തിലും 2020 ആദ്യ ഭാഗത്തിലുമായിരുന്നു. പിന്നീട് വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമെടുത്താൽ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ ഇനി 1, 2, 3 മാസം നിർമ്മാണം വൈകിയാൽ ആ 3 മാസത്തേക്കുള്ള പിഴ ഒഴിവാക്കി കണക്കുകൂട്ടിയായാലും സംസ്ഥാന സർക്കാരിലേക്ക് 200-ലധികം കോടി രൂപ എത്തേണ്ടിയിരുന്നതാണ്. ഇനി അതും വേണ്ട, ഇനി ദീർഘകാലം ഒരു 5-6 മാസം പിഴ ഒഴിവാക്കി കൊടുത്തിരുന്നെങ്കിൽ പോലും ബാക്കി 4.5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 150 കോടി രൂപയെങ്കിലും നമ്മുടെ ഖജനാവിലേക്ക് എത്തേണ്ടതായിരുന്നു. ഈ കണക്ക് തന്നെയാണ് പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചത്. ഇവിടെ പിണറായി വിജയൻ വി.ഡി. സതീശനെതിരെ ഉയർത്തിവിട്ട ഒരു ഡീൽ ആരോപണം എത്തരത്തിലാണ് പിണറായിയുടെ ആസനത്തിലേക്ക് തിരികെ തറച്ചു കയറിയത് എന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് വി.ഡി. സതീശൻ ഓഹരി കൈമാറ്റം ഒരു ഡീലിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എത്തരത്തിലാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമോ മറുപടിയോ നൽകാതെ കൃത്യമായ ഒരു യാഥാർത്ഥ്യം, ഒരു ഫാക്റ്റാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന വി.എൻ. വാസവനും ചേർന്ന് സംസ്ഥാന ഖജനാവിലേക്ക് എത്തേണ്ട 219 കോടി രൂപ അദാനിക്കായി ഇളവ് നൽകിയപ്പോൾ നമ്മുടെ വികസനത്തിനുണ്ടാവേണ്ട പൈസയാണ് പോയത്, നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുണ്ടാവേണ്ട പൈസയാണ് പോയത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനും നീക്കി വെക്കേണ്ടിയിരുന്ന പൈസയാണ് ഇത്തരത്തിൽ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ഈ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പിണറായി വിജയനെതിരെയും അന്നത്തെ തുറമുഖ മന്ത്രിയായ വാസവനെതിരെയും ഒരു വിജിലൻസ് കേസെടുത്ത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഒരു കേസെടുത്തുകൊണ്ട് ഇവരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരെങ്കിൽ ശിക്ഷിക്കേണ്ടതുമാണ്. ഇനി ഈ വിഷയം ചർച്ച ചെയ്യുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കേരളത്തിനാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്. കാരണം അത്രമാത്രം വലിയ കൊള്ളകളാണ് പിണറായി വിജയൻ തൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും ചെയ്തു വെച്ചിട്ടുള്ളത്. പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ചില അവതാരകളും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ, നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ ഒരു ശൃംഖല തന്നെ ഈ സംസ്ഥാനത്തെ ഊറ്റിയെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ചു എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ഞെട്ടിക്കുന്ന അഴിമതിയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.